ബെഞ്ചമിൻ എന്നൊരാൾ ഒരു നോവൽ എഴുതുകയാണ്. വെറും നോവലല്ല, ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നോവൽ. അതും അയാളുടെ പാസ്റ്റിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അയാൾ മറന്നുപോയിട്ടുണ്ട്. സോ എങ്ങനെ തുടങ്ങണമെന്ന കൺഫ്യൂഷനിൽ അയാൾ അയാളുടെ പാസ്റ്റ് തേടി പോവുകയാണ്. അയാൾ പണ്ട് വർക്ക് ചെയ്ത ഓഫീസിലെത്തി അവിടെയുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. ശേഷം അയാളുടെ പാസ്റ്റിലേക്ക്, അതായത് ഈ കഥ നടക്കുന്ന ആ സന്ദർഭത്തിലേക്കാണ് കാഴ്ചക്കാരെ ഡയറക്ടർ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മേർഡർ കേസ് കൈകാര്യം ചെയ്യാനുള്ള ചുമതല അയാളുടെ തലയിലാകുന്നു. അങ്ങനെ ആ സംഭവ സ്ഥലത്തേക്ക് അയാൾ പോകുന്നു. ആദ്യ ഭാഗത്തെ കഥാചുരുക്കമാണിത്. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കേസിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ബെഞ്ചമിൻ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തി ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ബെഞ്ചമിൻ ആകെ തകർന്നുപോയി. കാരണം അത്രയും ബ്രൂട്ടലായിട്ടാണ് ആ പെൺകുട്ടിയെ അവൻ അല്ലെങ്കിൽ അവർ കൊന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേരാണ് ലിലിയാന, ബെഞ്ചമിൻ്റെ നോവലിലെ നായിക. അവിടുന്ന് പിന്നീട് ബെഞ്ചമിനും സഹായികളും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവർ താമസിച്ചിരുന്ന വീടിനടുത്തായി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടെന്നും എന്നാൽ കുറച്ചുനാളായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരിൽ ചിലരെ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാൽ എല്ലാവരും അവരെ സംശയിക്കുന്ന ആ സാഹചര്യത്തിലും ബെഞ്ചമിൻ ആ തൊഴിലാളികളെ സംശയിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം അവിടെ നിന്ന് ബെഞ്ചമിൻ നേരെ പോകുന്നത് ലിലിയാന എന്ന പെൺകുട്ടിയുടെ ഭർത്താവായ റിക്കാർഡിനെ കാണാനാണ്. അവൻ ഈ വാർത്ത കേട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ബെഞ്ചമിൻ റിക്കാർഡോയുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും റിക്കാർഡോ ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അയാളുടെ ഈ ദയനീയാവസ്ഥ കണ്ട ബെഞ്ചമിൻ ഒരു കാര്യം അവിടെ നിന്ന് ഉറപ്പിക്കുകയുണ്ടായി. ഈ കൊലയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ടെങ്കിലും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുമെന്ന്. തൻ്റെ പാസ്റ്റിലെ ഇത്രയും കാര്യം ബെഞ്ചമിൻ അയാളുടെ ടൈപ്പ് റൈറ്ററിൽ ഓർത്തെടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ചു. ഐറിൻ പറഞ്ഞ പോലെ എ എന്ന ലെറ്റർ ശരിയായിട്ടൊന്നുമില്ല. സോ അയാൾ എ വരുന്നിടത്തൊക്കെ പെൻ കൊണ്ട് എഴുതി വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും കഥ പാസ്റ്റിലേക്ക് പോവുകയാണ്. ഓഫീസിൽ ബെഞ്ചമിനും ഐറിനും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ബോസ് അവിടേക്ക് എത്തുകയാണ്. അയാൾ ബെഞ്ചമിനോട് കേസിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് കണ്ടെത്താൻ പറ്റിയോ? ഇതിന് ബെഞ്ചമിന് മറുപടിയൊന്നും ഉണ്ടായില്ല. ആ ടൈമിൽ അവിടേക്കെത്തിയ റൊമാറോ പറയുന്നുണ്ട്, സാർ, ആളെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. അത് ആ മേർഡർ നടന്ന വീടിനടുത്ത് കൺസ്ട്രക്ഷൻ വർക്കിന് വന്ന ചില തൊഴിലാളികളാണ്. അവർ കൊലപാതകം ചെയ്ത് മുങ്ങി നടക്കുകയായിരുന്നു എന്ന് റൊമാറോ ബോസിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഈ ബോസ് റൊമാറോയെ നല്ലോണം പുകഴ്ത്തുന്നുണ്ട്. നീ ഇത് കണ്ടെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ബെഞ്ചമിനെ ഏൽപ്പിക്കുന്നതിന് പകരം ആദ്യമേ നിനക്ക് തന്നെ നൽകിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആ ബോസ് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ബെഞ്ചമിനാകെ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രിമിനൽസ് വാതിൽ പൊളിച്ചോ പൂട്ടുപൊളിച്ചോ ഒക്കെയാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക. ബട്ട് അവിടെ അതിൻ്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ഒന്നുകിൽ ഫാമിലിയിലെ ആരെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് അടുപ്പമുള്ള മറ്റാരെങ്കിലോ ആയിരിക്കും കൊലപാതകത്തിന് പിന്നിലെന്ന് ബെഞ്ചമിൻ കരുതി. സോ അതിനാലാണ് ബെഞ്ചമിൻ ആ കൺസ്ട്രക്ഷൻ തൊഴിലാളികളെ സംശയിക്കാതിരുന്നത്. ബെഞ്ചമിൻ ഓഫീസിൽ നിന്നും പിന്നീട് അറസ്റ്റിലായ ആ ക്രിമിനൽസിനെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. അവരെ കണ്ടപ്പോഴാണ് ബെഞ്ചമിന് ആ സത്യാവസ്ഥ മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ അവരെ ക്രൂരമായി ഉപദ്രവിച്ച് അവരെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിച്ചതായിരുന്നു. പുറത്തെത്തിയ ബെഞ്ചമിൻ ഈ കാരണവും പറഞ്ഞ് റുമാറോയുമായി തല്ലാക്കുന്നുണ്ട്. കേസ് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ അരിശമാണ് നിനക്കെന്ന് റുമാറോ പറയുന്നുണ്ട്. നീ അടിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതല്ലേ എന്ന് ബെഞ്ചമിൻ റുമാറോയോടും ചോദിക്കുന്നുണ്ട്. നീ നോക്കിക്കോ, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് ബെഞ്ചമിൻ അവനെ വെല്ലുവിളിക്കുന്നുമുണ്ട്. എന്നാൽ ബെഞ്ചമിൻ അത് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല. സോ അവൻ അവൻ്റെ കൂട്ടുകാരനായ പാവ്ലോവിനെ സഹായത്തിന് വിളിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് പാവ്ലോ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായും ബാറിൽ കാണും. അതിനാൽ ബെഞ്ചമിൻ നേരെ ബാറിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ അടിച്ചു പൂസായി നിൽക്കുന്ന പാവ്ലോവിനെയാണ് കണ്ടത്. ബെഞ്ചമിനെ കണ്ടതും പാവ്ലോ, ഡാ അളിയ, നീ വന്നത് എന്തായാലും നന്നായി, എന്നെ ഒന്ന് വീട്ടിലെത്തിച്ചേക്കണടാ എന്ന് പറഞ്ഞു. ബെഞ്ചമിൻ പാവ്ലോവിനെയും കൂട്ടി നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവൻ്റെ വൈഫ് പാവ്ലോവിൻ്റെ അവസ്ഥ കണ്ട് ദേഷ്യപ്പെട്ട് വഴിയിലെങ്ങാനും കൊണ്ടുപോയി കളയാൻ ബെഞ്ചമിനോട് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, അങ്ങനെ കളയാൻ പറ്റുമോ? ബെഞ്ചമിൻ നേരം പാവ്ലോവിനെയും കൂട്ടി തൻ്റെ റൂമിലേക്ക് വന്നു. അവിടുന്ന് കേസിൻ്റെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ ബെഞ്ചമിൻ ഒരു ഐഡിയയും കിട്ടുന്നില്ല. കേസിന് ആവശ്യമായ ഒരു തുമ്പും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കെ ബെഞ്ചമിൻ ഒന്നുകൂടി റിക്കാർഡോയെ കാണാൻ തീരുമാനിച്ചു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. ബെഞ്ചമിൻ നേരെ റിക്കാർഡോയുടെ വീട്ടിലേക്ക് പോയി.
റിക്കാർഡോയുടെ കയ്യിൽ നിന്നും ബെഞ്ചമിൻ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യുകയായിരുന്നു. നിങ്ങൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ, അവർ തന്നെയാണോ എൻ്റെ വൈഫിൻ്റെ കൊലയാളികൾ എന്ന് റിക്കാർഡോ ബെഞ്ചമിനോട് ചോദിക്കുന്നുണ്ട്. അവരാകാൻ ഒരു സാധ്യതയുമില്ല, പക്ഷേ ശരിയായ കൊലയാളിയെ ഞാൻ എന്തായാലും കണ്ടെത്തും എന്ന് ബെഞ്ചമിൻ റിക്കാർഡോയിൽ പറയുന്നു. കൊലയാളികളെ കണ്ടെത്തിയാൽ അവർക്ക് എന്ത് ശിക്ഷയാണ് നൽകുക എന്ന് റിക്കാർഡോ ബെഞ്ചമിനോട് ചോദിച്ചപ്പോൾ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല, പക്ഷേ വലിയ ശിക്ഷ തന്നെ നൽകും എന്ന് ബെഞ്ചമിൻ റിക്കാർഡോയോട് പറയുന്നുണ്ട്. മതി, അത് മതി, തൂക്കിക്കൊല്ലുകയൊന്നും വേണ്ട എന്ന് റിക്കാർഡോ പറയുന്നത് കേട്ട് ബെഞ്ചമിൻ അവനെ നോക്കി അതെന്തേ അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചു. അതൊന്നുമില്ല, തൂക്കിക്കൊന്നാൽ അവൻ പെട്ടെന്ന് രക്ഷപ്പെട്ടതുപോലെയാവില്ലേ, അവൻ്റെ മരണം വരെ ഇതിനെക്കുറിച്ച് ഓർത്ത് ഇഞ്ചിഞ്ചായി ചാകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് റിക്കാർഡോ ബെഞ്ചമിനോട് പറഞ്ഞു. പെട്ടെന്ന് ഈ സംഭാഷണങ്ങൾക്കിടയിലാണ് ബെഞ്ചമിന് അവരെ ഫാമിലി ഫോട്ടോയിൽ നിന്ന് ഒരു ക്ലൂ കിട്ടിയത്. ഫ്രണ്ട്സ്, ഇതോടുകൂടി സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ബാക്കി അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.